KK സ്വതക്കത്തുള്ള മൗലവിയുടെ സമ്പൂർണ്ണ ഫത്താവ സമാഹാരം. ഈ ഗ്രന്ഥത്തിൻ്റെ 311, 312, 13 പേജുകളിലായിട്ട് നഹസിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ പറയുകയാണ്, കൊല്ലത്തിൽ 12 ദിവസം നിങ്ങൾ സൂക്ഷിക്കുക, അവ മാനം നശിപ്പിക്കുകയും സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഞങ്ങൾ ചോദിച്ചു, നബിയെ അവ ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹറം 12, സഫർ 10, റബീഉൽ അവ്വൽ 4, റബീഉൽ ആഖിർ 18, ജുമാഉൽ ഊല 18, ജുമാഉൽ ആഖിറ 12, റജബ് 12, ശഅബാൻ 16, റമദാൻ 14, ശവ്വാൽ 2, ദുൽഖഅദ് 18, ദുൽഹിജ്ജ 8 ഇവയാണ് എന്നിങ്ങനെ ഒരു ഹദീസ് ഇമാം ദമീരി ഹയാത്തുൽ ഹയവാനിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. എല്ലാ മാസത്തിലും അവസാനത്തെ ബുധൻ നിത്യ നഹ്സാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തുർമുദി റിവായത്ത് ചെയ്തതായി ജാമിഉ സഗീറിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ശനിയാഴ്ച വഞ്ചനയുടെ ദിനമാണ്. ഞായറാഴ്ച കെട്ടിട നിർമ്മാണത്തിൻ്റെയും മരം നട്ടുപിടിപ്പിക്കുന്നതിൻ്റെയും ദിനമാണ്. തിങ്കളാഴ്ച യാത്രയുടെയും ജീവിതമാർഗം ആരായുന്നതിൻ്റെയും ദിനമാണ്. ചൊവ്വാഴ്ച സംഘർഷത്തിൻ്റെ ദിനമാണ്. ബുധനാഴ്ച കൊള്ളക്കൊടുക്കലുകൾക്ക് പറ്റാത്ത ദിനമാണ്. വ്യാഴാഴ്ച ആവശ്യം നേടിയെടുക്കുവാനും ഭരണാധികാരികളെ സമീപിക്കുവാനുമുള്ള ദിനമാണ്. വെള്ളിയാഴ്ച പെണ്ണന്വേഷണത്തിൻ്റെയും വിവാഹത്തിൻ്റെയും ദിനമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ യഅല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും മറ്റു ചിലർ അബൂ സഈദി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇഖ്ലീൽ ദിവസങ്ങളിൽ ചിലത് നഹസും ബർക്കത്തില്ലാത്തത് മറ്റു ചിലത് നഹസല്ലാത്തതുമാണെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമായല്ലോ എന്നാണ്. സഹോദരങ്ങളെ, ഇത് സമസ്തയുടെ പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ പല രൂപത്തിലും മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലേക്ക് അന്ധവിശ്വാസങ്ങൾ കടത്തിക്കൂട്ടാൻ, ഇസ്ലാമിലില്ലാത്ത അധ്യാപനങ്ങൾ പ്രചരിപ്പിക്കാൻ തിടുക്കം കൂട്ടുന്ന ഒരു വിഭാഗമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ.